മീനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദേന പൂമയിലേ. ഞങ്ങൾ ഈ കടമക്കുടിയില് ഫ്രഷ് മീന് ഉടയ്ക്കുന്ന മീൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നാ. രാവിലെ കിട്ടുള്ളൂ, ഈ സമയത്തൊന്നും കിട്ടൂല. ആണോ? എപ്പോഴാണ് അതിനൊരു സമയം? അതേ രാത്രി മീൻ പിടിച്ചിട്ട് അവര് രാവിലെ എപ്പോഴും മാർക്കറ്റിൽ കൊണ്ട് വിൽപ്പന നടത്തും. ഓഹോ. ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല മത്സ്യം ഏതാണ്? കരിമീൻ, ചെമ്പല്ലി, കാളഞ്ചൊക്കെ കിട്ടും. ചെമ്പല്ലിയൊക്കെ ഇതൊക്കെ ഇവിടെ വളർത്തുന്നതാണോ? അല്ല, ഇതല്ല, പുഴയിൽ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് തീരമ്പുഴയുണ്ട്. ഇതിനും വലിയ പുഴ. അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും. അല്ല, ഇവിടെ ഇതില് ചെമ്മീനും മീനും ഞണ്ടൊക്കെയാണ് ഇപ്പൊ. ചെമ്മീൻ കൃഷിയുടെ സമയവും. ചെമ്മീൻ, ഞണ്ട്, കാരച്ചെമ്മീൻ ഇതൊക്കെയാണ് ഇപ്പൊ. സീസൺ ഉണ്ടോ? അപ്പൊ സീസണാണ്. ഇത് നവംബർ 15 തീയതി തുടങ്ങിയിട്ട് ഏപ്രിൽ 14 തീയതി വരെ സീസൺ. അത് കഴിഞ്ഞ പിന്നെ ഈ മീനൊക്കെ അതല്ല, അത്രയും ഈ കൃഷി ചെയ്യാൻ, ഈ ചെമ്മീൻ കൃഷി ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളു. പിന്നെ പൊക്കാളിപ്പാടം നെല്ലിന്റെ ഇതാണ്. നമ്മൾ ആ സീസൺ കഴിഞ്ഞ എന്ത് ചെയ്യും? മീന് അത് കഴിഞ്ഞാൽ മൊത്തം ഇത് കലക്കും. കെട്ടികലക്കം എന്നുള്ള ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കെട്ടികലക്കം എന്ന് പറയുമ്പോൾ അത് ഈ 14 തീയതി അവർക്ക് ലൈസൻസ് ഇതായി അവരെ ഒഴിയും പോകും. ഇവിടെ പരമ്പരാഗതമായിട്ട് ഇവിടെ ഇത് കാലാകാലങ്ങൾ ഇത് തന്നെയാണ് ഇവിടെ. ഇതിപ്പോ എങ്ങനെയാണ് ഇത്രയും വെള്ളം ഇവിടെ കെട്ടി നിർത്താനുള്ള സോഴ്സ്? അതിന്റെ ഇതാണ് തൂമ്പെന്ന് പറയും, മരം കൊണ്ടുണ്ടാക്കിയത്. അതിപ്പോ സെൻട്രലായി പലകിട്ട് നിർത്തുകയാണ്. ഇപ്പൊ ഏറ്റവും ഇപ്പൊ അവിടെ തടഞ്ഞു നിർത്തിക്കുകയാണ്. ശക്തമായ വലി വരുമ്പോഴേക്കും തുറക്കുമ്പോഴേക്കും ചെമ്മീനും മീനും ഞണ്ടൊക്കെ ഇതൊക്കെ ഇതിനകത്ത് കയറുകയാണ്. ഇതിലോട്ട് കയറും. മെയിൻ പുഴയും ഇത് ചെറിയ 25 ഏക്കറാണ്. അങ്ങോട്ട് പുറത്തോട്ട് വെള്ളം വിടുമ്പോ അരിപ്പഴിച്ചാണ് പുറത്തോട്ടാണ്. അപ്പൊ ആ കയറിയ സാധനം അവിടെ നിൽക്കും. അതിന്റെ വളർച്ച എത്തുമ്പോഴാണ് ഈ സാധനം താനെ ഇറങ്ങി പോരണം. അല്ലല്ല, ഈ അവിടെ പല വെച്ച് കൊടുക്കും. രാത്രിയിലാണ് ഇതൊക്കെ പോകുന്നത്. വെള്ളം കയറ്റുമ്പോ ലൈറ്റ് ഇടും പുറത്ത്. ആ വെട്ടം കണ്ടിട്ടാണ് ചെമ്മീനും മീനൊക്കെ വരും, കയറണം, താനെ കയറും. ഇനിയിപ്പോ ഇതെന്ന് വെച്ചാൽ കാർച്ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഇറക്കിയതാണ്. മനസ്സിലായോ? അത് ഈ ഹാർച്ചറിൽ നിന്നൊക്കെ സാധനം കൊണ്ടുവന്ന് വെച്ച് പൊടി കുഞ്ഞുങ്ങളെ അത് കൊണ്ടുവന്ന് വെച്ച് ഇതിനകത്ത് ഇറക്കും. അതൊരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് തുറന്നുവിടാ ഇതാണ്. അതാണ് ആ കാണുന്നത്. അപ്പൊ ഒരു വളർച്ച എത്തുമ്പോൾ അത് തുറന്നുവിടുക. അതില്ലെങ്കിലേ അത് അവിടെ താമസിക്കുന്ന വെച്ചാൽ ആ കെട്ടുകളിൽ നിർത്തിയ ആളെ അവിടെ പുള്ളി 24 മണിക്കൂർ അവിടെ ഉണ്ടാവും. അവിടെയാണ് പുള്ളി കിടക്കണതല്ല. അതെ, അവിടെയാണ് പല സെക്യൂരിറ്റി. അതെ, സെക്യൂരിറ്റി അവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു മുതലാളിയാണെങ്കിൽ മുതലാളി ഒരു പണിക്കാരെ നിർത്തി ചെയ്യിക്കണതാണ്. ടൂറിസം കുറച്ചുകൂടി ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് കടമക്കുടിയെ കുറിച്ച് പറയാനുള്ളത്? കടമക്കുടിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ചുറ്റുപാടും നല്ല ശുദ്ധമായ കാറ്റ് കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഒന്നാം തരം കാറ്റ് കിട്ടും. നല്ല തണുപ്പുമായിരിക്കുള്ളൂ. അതുമാതിരി തന്നെ ചൂട് വളരെയധികം കുറവായിരിക്കുള്ളൂ. അത് അങ്ങേറ്റം വരെയും ഈ ഇവിടുന്ന് ആ കരിയന്തുരത്തിന്റെ അങ്ങേറ്റം വരെ ചെല്ലുമ്പോഴേക്കും ഈ കാറ്റ് തന്നെ കണ്ടീഷനായിട്ട് കിട്ടും. മീൻ എങ്ങനെ ഇവിടെ ഫ്രഷ് മീൻ മീനും കിട്ടും. ഇവിടെ തന്നെ ചെമ്മീനാണിത്. ചെമ്മീൻ വളർത്തണ അതിൻ്റെ കേൾക്കാറാകുമ്പോൾ മാറ്റി കൊടുക്കും. പല വെപ്പ് തുടങ്ങിയാണെങ്കിൽ മീൻ പിടിക്കണം പല വെക്കും. ഒരു വലക്കാത്ത് ഇങ്ങനെ നമ്മൾ പൂമ്പിൽ വെള്ളം പുറത്തോട്ട് പോകുമ്പോഴും ചെമ്മീൻ പൊടിയാണ് ലൈറ്റ് വെച്ച്. അപ്പൊ വലിയ മീനൊക്കെ വലിയ എല്ലാ ചെല്ലും ചെമ്മീൻ മാത്രമേ വിടുള്ളൂ. മീൻ പിടിക്കണമെങ്കിൽ വെള്ളം വറ്റിച്ചതിന് ശേഷം വലിയ വല വെച്ചിട്ട് വളഞ്ഞു പിടിക്കും. അപ്പൊ അതിന് വേണ്ടി ഡെയിലി പറ്റിക്കുന്നു? ഇല്ല, ഡെയിലി ഇല്ല. അത് നമ്മുടെ ഈ വിഷു പിന്നാണ് ഇവിടുത്തെ ഈ കെട്ടിന്റെ അവസാനം. അപ്പൊ വിഷുവിനാണ് മീൻ പിടുത്തു. കരിമീനൊക്കെ എല്ലാ മീനും. അല്ല, കരിമീൻ എങ്ങനെയാ? അത് കരിമീനാണ് പോയത്.
കയ്യിൽ പിടിക്കില്ല, കയ്യിൽ പിടിക്കാൻ പറ്റില്ല. വരാപ്പുഴ മാർക്കറ്റ് വരുന്ന അത് പുഴയെന്ന് പിടിക്കും. പുഴയിൽ വല കെട്ടി ഇട്ടുണ്ട്, വളർത്താണ മീനുണ്ട്, അങ്ങനെ പിടിക്കണ മീനാണ്. ഇതൊന്നും പിടിക്കണമല്ല. അല്ല അല്ല, മൊത്തം ചെമ്മീൻ ഇത് ചെമ്മിക്കട്ടാ. ഇതാണ് മൊത്തം ചെമ്മീൻ. സീസൺ അവസാനിക്കുമ്പോഴാണ് പിടിക്കുന്നത്. മേടൻ 1-ാം തീയതി വരുമ്പോഴും കെട്ടി ക്ലീൻ ആക്കി കൊടുക്കും. ആ സമയത്ത് മീൻ മൊത്തം പിടിക്കും. അതിന് ഒരു മാസം പിന്നെ മീൻ ചെമ്മീനൊക്കെ പരമാവധി പിടിക്കും. എന്താണ് മൊത്തത്തില് കടംകുടി പോയി ആൾക്കാർ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്കതൊരു ശല്യമാണോ അതോ എന്താണ്? ശല്യമൊന്നുമില്ല. ഇല്ല. കാരണം നല്ല വിസ്താരമുള്ള സ്ഥലമാണ്. കടമക്കുടി എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കേൾക്കുമ്പോ, പക്ഷെ നല്ല വിസ്താരമുള്ള സ്ഥലമാണ്. അവിടെ ഈ ഒന്നാമത്തെ തുറസായ സ്ഥലമായിരുന്നു, നല്ല കാറ്റ് കിട്ടും. വേറെ കമ്പനികളോ അങ്ങനെ മറ്റു ബോയിലർ പുക പോണ പരിപാടികളൊന്നുമില്ല. ശുദ്ധമായ കാറ്റ്. അപ്പൊ ഇവിടുത്തെ ടൂറിസം ഒന്നും കൂടി എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സജഷൻ ഗവൺമെന്റിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അറിയാന്ന് വെച്ചാൽ ടീം വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. അതിപ്പോ അതിലൊരു പാലമുണ്ട്, ഒരമ്മുണ്ട്. പിന്നെ ഈ വഴി തന്നെ പാലം വന്നിട്ട് അങ്ങനെ വെള്ള വഴി അങ്ങോട്ട് പോകാറുണ്ട്. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് വികസിക്കാൻ വളരെയധികം വികസിക്കും. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ്. ഇവിടെ റിസോർട്ടുകളൊക്കെ എങ്ങനെയാണ്? നമ്മളവിടെ 3 അല്ലേ? 3 ഇവിടെയും കാണണം. കടമക്കുടിയെ കുറിച്ച് കേട്ടറിഞ്ഞു വന്നത് എന്താണ്? കടമക്കുടിയെ കുറിച്ച് എന്താണ് കേട്ടറിഞ്ഞത്? ഇവിടെ കാണാൻ നല്ല സൈറ്റാണ്, നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, നല്ല ഹോം സ്റ്റേ ഉണ്ട്, നല്ല ഫിഷ് കിട്ടും. ഫിഷ് ഉച്ചയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു പെരിയാർ ഹോട്ടൽ. ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് ഫിഷ് നമ്മൾ കഴിച്ച ഫിഷ് എന്നാണ് നീളം കൂടിയ ഫിഷ്. കാളാഞ്ചി, ചെമ്മീൻ നന്നായിരുന്നു. എങ്ങനെ സീ ഫുഡ് എങ്ങനെ മൊത്തത്തില് ഫുഡ് നന്നായിരുന്നു, നല്ല ഫുഡാണ്, റേറ്റ് കൂടുതലാണ്. കടമക്കുടിനെ കുറിച്ച് പുറത്തേക്കൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര പുറത്തേക്ക് ഭയങ്കര ഇവിടെ ഫ്രഷ് മീൻ കിട്ടും, പിന്നെ നല്ല പ്രകൃതി സൗന്ദര്യമായിട്ടുള്ള സ്ഥലമാണ്. കുട്ടനാട്ടിനോടൊക്കെ ഒരു രൂപസാദൃശ്യമുള്ള സ്ഥലമാണ്. തുറന്ന കാറ്റ്. അപ്പൊ എന്താണ് കടമക്കുടിയെ കുറിച്ച് പറയാനുള്ളത് കൂടുതൽ? അല്ല, ഇപ്പൊ കൃഷിയില്ല, അല്ലെങ്കിൽ കൃഷി ഉണ്ടായിരുന്നതാണ്. ഇപ്പം മീൻ കൃഷിയാണോ പറയുന്നത്? മീൻ കൃഷിയുണ്ട്, നെൽകൃഷി. നെൽകൃഷി ഇപ്പൊ ഈ കൊല്ലം ചെയ്തിട്ടില്ല. അപ്പൊ മീൻ കൃഷിയാണ്. 6 മാസം മീൻ കൃഷിയും 6 മാസം നെൽകൃഷിയുമാണ്. നെൽകൃഷി ഉദ്ദേശിക്കുന്നത് നോർമൽ നെല്ല് തന്നെയാണോ അതോ? പൊക്കാളി നെല്ല്. പൊക്കാളി നെല്ല് ഇവിടെ വിതച്ചുണ്ടാക്കണതാണ്. വെള്ളം വറ്റിച്ച് കഴിഞ്ഞാല് വിതയ്ക്കും, എന്നിട്ട് അത് ഉണ്ടാക്കണം. പ്രത്യേകത എന്താ? പൊക്കാളി നെല്ല് എന്ന് പറയുമ്പോ എന്താ? ഇത് താഴ്ന്ന സ്ഥലമാണ്, കരപ്പാടമല്ല. അപ്പൊ ഇത്തിരി നല്ല ഫ്രഷ് ഉള്ള നെല്ലായിരിക്കും. അപ്പൊ അത് പൊക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്തിരി മുഴുത്തതായിരിക്കും. പ്രത്യേക ഇതാണ്, അതിന് ഇത്തിരി വേവ് കൂടുതൽ. അങ്ങനെ കാണാനൊക്കെ മട്ടരി പോലെ തന്നെ ഇത്തിരി. പക്ഷെ അത്ര അതിനേലും ഇത്തിരി കളർ ഉണ്ടാവും, കറുപ്പായിട്ട് ഉള്ളത്, ബ്രൗൺ കളറായിട്ട്. മീൻ എങ്ങനെ ഇവിടുത്തെ മീനിനെ കുറിച്ച് എന്താണ്? ഫ്രഷ് മീനാണ്. അത് ഏപ്രിൽ 14 ആവുമ്പോഴാണ് ഇവിടെ തീരണത്. പിന്നെ 2 ആഴ്ചത്തേക്കും കൂടി അവര് കളക്ടറിന്റെ ഓർഡർ പ്രകാരം മേടിക്കണേ. അപ്പൊ ഫ്രഷ് മീന്, കരിമീൻ, നാരഞ്ചെമ്മീൻ, പിന്നെ പള്ളത്തി, പോളാൻ, തെല്ലിച്ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ, കണമ്പ്, ഞണ്ട്, മഡ്ഡക്ക. ഒരു ഞണ്ടിന് തന്നെ 4000-6000 രൂപ വരെയും കിട്ടും. ഒരു ഞണ്ടിന്. അതാണ് മഡ്. 1500 ആയാലും കിട്ടും. പുറത്ത് കയറ്റി അയക്കണേണ് അതൊക്കെ. ഇവിടെ നമ്മുടെ നാട്ടില് അവൈലബിലിറ്റി ഇവിടെ ഉണ്ടാവില്ല, നമുക്ക് കിട്ടില്ല. നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ കിട്ടണതാണ്. അവര് പൈസ കൂടുതൽ കിട്ടണ കാരണം അത് മാർക്കറ്റിൽ കൊണ്ടുപോയി 2 എടുക്കണ ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കും. അതൊക്കെ പുറത്തേക്ക് പോണതാണ്. ഇത്രയും വില കൊടുത്തിട്ടൊക്കെ ചുരുക്കമാണ് ഇവിടെ തിന്നണവര്. ഈ ടൂറിസം ഇവിടെ കുറച്ചുകൂടി ഡെവലപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സാധാരണ കച്ചവടക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും? ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ. പിന്നെ ഇത്തിരി ചെലവൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ മാലിന്യം നിക്ഷേപിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ? അത് ഇവിടെ തിന്നണവര് ഇവിടെ ഒക്കെ ഇതാക്കണം, അതെ, ഇവിടെ ഇടണം. പിന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്തെങ്കിലും? അതെന്തെങ്കിലും ഈ മാലിന്യം ഇടാനുള്ള ഒരു സാഹചര്യം ഇവിടെ വേണം ശരിക്കും. അതിപ്പോ ഇല്ല.
പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ വേണമെന്നാണ് അല്ലേ? എവിടെയെങ്കിലും ഒരെണ്ണം ഇടാനായിട്ട് ആൾക്കാർ അവിടെ ഇവിടെ എറിയണുണ്ട് എന്തെങ്കിലും തിന്നാലൊക്കെ. അതൊക്കെ ഈ വെള്ളത്തിലേക്ക് വീണ ശല്യം അല്ലെ, മീനുകൾക്കൊക്കെ ശല്യമായി മാറും എന്ന് തോന്നുന്നുണ്ടല്ലേ? പിന്നെ അങ്ങനെ നമ്മളിപ്പോ കെട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ കടയിലൊന്നുമില്ല ഇങ്ങനെ എറിയാൻ പറ്റിയതൊക്കെ. ഫുഡ് അതിന്റെ ഇത് ഇല്ല. ഫുഡ് ഒക്കെ തിന്നു കഴിഞ്ഞാല് നടന്ന് തിന്നും ആൾക്കാർ. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് അവര് കിട്ടണോടത്ത് ഇടണം. കടമക്കുടിയിൽ വേറെ എന്താണ് എടുത്തു പറയാനുള്ളത്? ഈ മീൻകെട്ടും ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ടൂറിസമായിട്ട് ബന്ധപ്പെട്ടതില്ല. പിന്നെ ബോട്ടിങ്, വഞ്ചി ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലേ? ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. വഞ്ചി ഉണ്ട്. അവിടെ ഇങ്ങനെ ഇത് പുറത്ത് കൊണ്ടുപോകും. അപ്പൊ ഒരാൾക്ക് 100 രൂപ വെച്ചാട്ടായിരുന്നു അങ്ങനെ അവര് മേടിച്ചു.